അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഓതൻറ്റിക് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഹംനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിലേക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ പൊടി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകം, 1 ടീസ്പൂൺ സാജീരകം, ഇത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം എടുത്താലും മതിയാകും, ഒരു 15 ഗ്രാമ്പൂ, 2 മുഴുവനായിട്ടുള്ള തക്കോലം, 12 ഏലക്ക, 2 ടീസ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം ജാതി, ജാതിയുടെ കായുടെ ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ, 15 ചെറിയ കഷ്ണം പട്ട. ഇത് ഇത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് തന്നെ 3 ചെറിയ ബേ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇതും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, ഇത് മീഡിയം ലെവലിൽ എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, 10 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നങ്ങ് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മാരിനേഷനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ തൈര് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാനിവിടെ പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഓരോ പിടി വീതം അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള സൺഫ്ലവർ ഓയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് മസാലയായിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അടപ്പടച്ചതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തുള്ള ഓയിലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലുള്ള മസാല എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇനി നമ്മൾ ഉള്ളിയോ പൊടികളോ അതുപോലെ തന്നെ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അതുപോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടപ്പടച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാല ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ തന്നെ നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ചോറ് വേവിക്കാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി വീഡിയോ മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മസാല റെഡി ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ആ വീഡിയോ കാണിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവി നന്നായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് അടച്ചങ്ങ് വെക്കാം.
ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാജീരകം, 6 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഏത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലായാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടപ്പടച്ച് വെച്ച് നന്നായിട്ടൊന്നങ്ങ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഊറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ടിട്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 4 കപ്പ് ബസ്മതി റൈസാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള ബസ്മതി റൈസാണിത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഒരു 80% കുക്കായി വന്നാൽ മതി കേട്ടോ. ബാക്കി ദമ്മിലാണ് ഇത് കുക്കായി വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കണ്ടില്ലേ, റൈസ് ഇവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒടിഞ്ഞു വന്നാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതൊന്നങ്ങ് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിന് മുകളിലേക്ക് ഇതുപോലൊരു പഴയ ഫ്രൈ പാനോ ഒരു അടപ്പോ വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ പാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മസാലയുള്ള ആ ചിക്കൻ വെച്ചിരിക്കുന്ന പാനാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ചോറിട്ടാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കതല്ല 2 ലെയറായിട്ട് ദം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ പാനിലാണ് ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാനിന് മുകളിലേക്ക് തന്നെയാണ് ചോറും കൂടി ഇട്ട് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പാൻ ഇതിന് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലെയറായിട്ട് ദം ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അതുപോലൊരു വലിയ പാനിൽ കുക്ക് ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ട്, അതുപോലെ റൈസിൻസ്, ഉള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് സാഫ്രോണിൻ്റെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാലിലേക്ക് 2 പിഞ്ച് സാഫ്രോൺ ഇട്ട് ഒരു അരമണിക്കൂർ വെച്ച പാലാണിത്. ഇത് നമുക്കൊരു കളറിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാനിന് മുകളിലേക്ക് ഒരു ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അടപ്പടച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ദമ്മ് തുറക്കാവൂ. ഇപ്പോൾ ദം ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് തുറക്കാം. കണ്ടില്ലേ, നല്ല മുകൾ ഭാഗത്തെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീക്കെൻഡിലും അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴും പാർട്ടിക്കുമൊക്കെ നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള അടിപൊളി ഒരു ബിരിയാണിയാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഹംനൂസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്